ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബ്ലോഗർ പാത്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ സിൽവർ പ്ലേ ബട്ടൺ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഓൾറെഡി ഞാൻ പൊട്ടിച്ചു. ആ ഒരു ത്വര കാരണം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം വിചാരിച്ചു ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോഴല്ലേ ആ ഒരു എന്താ പറയുക, അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ചെയറൊക്കെ ഇട്ട് റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, സീരിയസ്ലി ഗായ്സ്, അള്ളാണ് ഉമ്മാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു സാധനം എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളത്. യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ എൻ്റെ താത്ത അളിയനാണ് ട്രെൻഡി കപ്പിൾസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ളവർ. അവർക്ക് 1,15,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും അവർക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത് എനിക്കാണ്, ഈ വ്ളോഗർ പാത്തുവിനാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിക്കാതെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സാധനമാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കിട്ടി, അൽഹംദുലില്ലാ. പിന്നെ ഇത്രയും ഈ ഒരു ലോങ് ജേണി, ഈ ഒരു 1 ഇയറിൻ്റെ ലോങ് ജേണിയിൽ 1 ഇയർ ആയിട്ടില്ല ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. ഒരു 6 മന്ത് 8 മന്ത്ത്തെ ലോങ് ജേണിയിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പ്രോപ്പറായി വീഡിയോസ് ഇട്ടാൽ ലിങ്ക് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത സപ്പോർട്ട് എനിക്ക് കിട്ടി. എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി, സംസാരം ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആൻഡ് എനിക്കറിയില്ല കേട്ടോ ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന്. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് പേരെങ്കിലും വന്നിട്ട് വ്ളോഗർ പാത്തു അല്ലേ, സുഖമല്ലേ, എൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എൻ്റെ ഫേസിൽ കുറേ പേര് പറഞ്ഞു എൻ്റെ ചിരിയാണ് ഇഷ്ടപ്പെടാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ സംസാരമാണ് ഇഷ്ടപ്പെടാൻ കാരണം എന്നൊക്കെ. ഈ ഒരു ചിരിൻ്റെ ഉള്ളിലും ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളൊക്കെ ഞാൻ സഹിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സിൽ അച്ചീവ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലിൻ്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം കേട്ടോ. സോ സിൽവർ പ്ലേ ബട്ടണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈസ് നന്നായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകൾ, യൂട്യൂബേഴ്സ് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, അവരൊക്കെ പറഞ്ഞു ഇതിൻ്റെ സൈസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അവരിൽ ഉള്ളതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. അതെന്തോ അറിയില്ല, യൂട്യൂബിൻ്റെ പുതിയ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഈ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടുക. ഒരു സ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിലേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അങ്ങ് കടൽ കടന്നിട്ട് നമുക്ക് വരുന്നതല്ലേ, അതെന്ന് പറയുന്നത് ഭയങ്കര പ്രീഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി പൊട്ടിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾക്ക് അറിയില്ലല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് പ്ലേ ബട്ടൻ്റെ ബോക്സ് വരിക കേട്ടോ. ഒരു ബ്ലാക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ അതാ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പറാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷ് കാർഡ് പോലത്തെ സംഭവമാണ്. നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ഗ്രീറ്റിങ്സ് അവർ നമ്മളോട് പറയാണ് കേട്ടോ, അച്ചീവ് ചെയ്തതിന് അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇതിൽ നമ്മളെ യൂട്യൂബിൻ്റെ സിഇഒൻ്റെ സൈൻ ഉണ്ട് കേട്ടോ, അതാണ് ഹൈലൈറ്റ്. യൂട്യൂബ് സിഇഒൻ്റെ സൈൻ വന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലത്താണ് ഇത്. നമുക്ക് എടുത്ത് വെക്കാം, ഫ്രെയിം ചെയ്തിട്ട് ചുമരുമ്പോൾ തൂക്കണമെങ്കിൽ അങ്ങനെയും തൂക്കാം. അപ്പം ഞാൻ എന്തായാലും ഇത് ഫ്രെയിം ചെയ്ത് വെക്കും. കാരണം ഇതെന്നൊക്കെ പറയുന്നത് നമ്മളെ ലൈഫിൽ അങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടണതാണല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പം ഇതാണ് ഫസ്റ്റ് സാധനം വന്നിട്ട്. ഇതിന് ശേഷമാണ് നമ്മളെ പ്ലേ ബട്ടൺ ഉണ്ടാവുക. അതാ ഇങ്ങനെയാണ് ഉണ്ടാവും. മൈ ഗോഡ് ഗായ്സ്, ഇതിപ്പോൾ ഞാൻ പിടിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഇതൊരു മിററാണ്, ഇത് പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മളെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ലൈറ്റിൻ്റെ ഇത് കാരണം, ഇങ്ങനെയാണ് നമ്മളെ പ്ലേ ബട്ടൺ ഉണ്ടാവുക കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നമുക്ക് വ്ളോഗർ പാത്തു 100K സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെടുത്ത് കാണിച്ചാൽ, ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് കവറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ പൊട്ടിച്ചപ്പോൾ ആ കവർ എടുത്ത് കളഞ്ഞതാണ്. ഇതാണ് അപ്പം നമ്മളുടെ പ്ലേ ബട്ടൺ. ഇത് തോത്തി വൃത്തിയാക്കണം. ബാക്കിൽ ഇങ്ങനെ 2 സംഭവം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല, കാരണം ഞാൻ കണ്ടല്ലോ. ഈ ഒരു സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഐപാഡിൻ്റെ ഒക്കെ ഒരു സൈസ് ഉണ്ടാവത്തുള്ളൂ എന്ന് തോന്നുന്നു. ആ ഒരു സൈസിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. എന്തായാലും നമുക്കിത് പ്രഷ്യസ് ആണല്ലോ. ഇത് ഞാൻ വീട് മാറാനുള്ള പ്ലാൻ ഉണ്ട്. വീട് മാറാനുള്ള പ്ലാൻ ഇട്ടിട്ട് ഇതിങ്ങനെ വെക്കും. ശിവനെ കയ്യ. ഓക്കെ ഗൈസ്, നമ്മളെ ഫാമിലിയിൽ ഫസ്റ്റാണ് കേട്ടോ ഒരു യൂട്യൂബർ
സിൽവർ പ്ലേ ബട്ടൺ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു അഹങ്കാരം ഭാവം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇതാണ് സംഭവം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ബോക്സിൽ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതെന്ന് പറയുന്നത് ഗോൾഡൻ പ്ലേ ബട്ടൺ, ഡയമണ്ട് പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ, അതിൻ്റെ ഒരു കാർഡാണ്. യൂട്യൂബ് ക്രിയേറ്റ് അവാർഡ് ഇങ്ങനത്തെ ഒരു കാർഡാണ് കേട്ടോ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ബോക്സിൽ ഇങ്ങനത്തെ 2 സാധനങ്ങളാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊരു കാർഡും പിന്നെ ഇത് നമുക്ക് പ്ലേ ബട്ടൺ തുരുമ്പ് പിടിക്കാതെക്കാനുള്ള ഒരു സാധനമാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത്, പ്ലേ ബട്ടൻ്റെ ബോക്സിൽ. അപ്പം ഇനി നമുക്ക് ഇത് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം എന്തായാലും, അതിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. എനിക്ക് മെയിൽ വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടല്ല കേട്ടോ. പക്ഷെ എനിക്ക് മെയിൽ വന്നു, ഞാൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തു. അത് അപ്രൂവ് ആവോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചോനെ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വരുമോ, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിൽ ആരെങ്കിലും പ്ലേ ബട്ടൺ മേടിക്കുകയാണെങ്കിൽ അത് ഞാനായിരിക്കും മേടിക്കുകയെന്ന്. അൽഹംദുലില്ലാ അതേപോലെ തന്നെ പഠിച്ചാൽ എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയണേ, നിങ്ങളോടും പഠിച്ചവനോടും ആണ് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ കഷ്ടപ്പാടിനോടും ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞാൻ വീഡിയോസൊന്നും കാണൂലായിരുന്നു. എനിക്കൊന്നും അറിയില്ല ഗൈസ്, ഞാൻ അത്രയും ഹാപ്പിയാണ്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. അത്രയും ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നെഗറ്റീവ് പറഞ്ഞവരുണ്ട്, ഇപ്പോഴും നെഗറ്റീവ് പറയുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, ഇഷ്ടമാണെന്ന് പറയുന്ന കുറച്ച് പേര്. എല്ലാവരോടും എനിക്കൊന്നും പറയാനില്ല കേട്ടോ. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തവർ ഇനിയും സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ സപ്പോർട്ടിനെയും മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പിന്നെ എൻ്റെ ഹേറ്റേഴ്സിനുള്ള ഒരു ചെറിയ മറുപടിയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലിരുന്ന് അങ്ങനെ പറഞ്ഞോളൂ. നിങ്ങൾ വീട്ടിലിരുന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര ഉള്ള പ്ലേ ബട്ടൺ കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ ചാനലിലുള്ളവർക്ക് പ്ലേ ബട്ടൺ കാണിച്ചില്ല എന്നുള്ള ഒരു പരാതി വേണ്ട. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.